എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ ഇന്ന് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഏകദേശം 4:30 വരെയോളം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ സ്പോട്ട് അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെ ഈ ഒരു സ്പോട്ട് വഴി അഡ്മിഷൻ നേടുന്നത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു അപേക്ഷ നൽകി ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിലായിരിക്കും സ്ക്രീന് കണ്ടിട്ടുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതായത് ഫൈനൽ സബ്മിറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോമാറ്റ്, അതുപോലെ തന്നെ ഗോ ബാക്ക് ടു ദ ഹോം, ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫൈനൽ സബ്മിറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അത് കൺഫേം ചെയ്ത ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ നോക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യം ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഇപ്പോൾ സ്കൂൾ വൈസ് വേക്കൻസീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ്, അതായത് ആ ഒരു രീതിയിൽ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ വീണ്ടും ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നാളെ രാവിലെ, അതായത് ഓഗസ്റ്റ് 9 നാളെ രാവിലെ ഏകദേശം ഒരു 6 മണി 7 മണിയാവുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ വേക്കൻസീസ്, അതായത് ഈ ഒരു സ്കൂൾ വൈസ് വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ ഏതൊക്കെയാണ്, അവിടെ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതായത് ഏത് സ്കൂളിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൻ്റെ പേരും സ്കൂളിലെ കോഡും, അതുപോലെ തന്നെ സ്കൂളിലുള്ള ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തത്, അതുപോലെ തന്നെ അവിടെ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഒരു പേപ്പറിൽ എടുത്തിട്ട് എല്ലാ സ്കൂളുകളുടെ നിങ്ങൾ ഓപ്ഷൻ വെച്ച എല്ലാ സ്കൂളുകളുടെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക. അതുപോലെ അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ വൈസ് വേക്കൻസീസ് MRS എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപ്ലൈ ചെയ്തത് അവിടെ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഓപ്ഷൻ വെച്ച ആ ഒരു സ്കൂളുകളിലൊക്കെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നാളെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ റാങ്ക് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റാങ്ക് നോക്കുന്നവർ അതിൽ നോക്കേണ്ടതാണ്. അതുപോലെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWSY അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രസിദ്ധീകരിക്കുക. അതായത് ഈ ഒരു സ്കൂൾ വൈസ് വേക്കൻസീൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ ഇതേ രീതിയിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അത് ഏത് ജില്ലയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഏത് സ്കൂളിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കോഴ്സിനും, അതായത് ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സുകളിലേക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു സ്കൂൾ, അതായത് ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ ആ ഒരു സ്കൂളിൽ എത്ര സീറ്റാണ് വാക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലാണ് അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത, ഏത് കോഴ്സിലാണ് സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ആ ഒരു അതായത് സ്കൂൾ എന്ന് പറയുന്നത് A എന്ന സ്കൂളാണെന്ന് കരുതുക. അപ്പോൾ A എന്ന സ്കൂളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ബയോളജി സയൻസ് ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 10 ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിലുള്ള ബയോളജി സയൻസിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു 23 ആണെന്ന് കരുതുക.
അപ്പോൾ ഇത്രയും വേക്കൻസി അവിടെയുണ്ട്. എൻ്റെ റാങ്ക് 10 അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണെന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബി എന്ന സ്കൂളിലാണ് ആ ഒരു ജില്ലയിലെ മറ്റൊരു ബി എന്ന സ്കൂളിൽ അപ്ലൈ ചെയ്തു. എനിക്കവിടെ ബയോളജി സയൻസാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിൽ 2 സീറ്റ് മാത്രമേ വേക്കൻസി ഉള്ളൂ. അവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 10 എൻ്റെ റാങ്ക്. അവിടെയുള്ള സീറ്റ് വേക്കൻസി 2 കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിവിടെ പോയാൽ അഡ്മിഷനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് ഏത് സ്കൂളിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച ഏത് കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് അത് ആ ഒരു സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നാളെ രാവിലെ 10 മണി മുതൽ 12 മണിക്ക് മുമ്പായിട്ട്, അതായത് 12 മണിക്ക് മുമ്പ് ആയിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും, അത് SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ അപേക്ഷയിൽ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ എന്നിവ സഹിതം നിങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ്, അതുപോലെ സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എന്നിവ എടുത്ത ശേഷം, പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തു തരും. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ PDF ഫോർമാറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ജസ്റ്റ് ആ ഒരു PDF അല്ലെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ നിങ്ങൾ നാളെ രാവിലെ 10 മണി മുതൽ ഈ ഒരു 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ഏകദേശം ഒരു 11:30 സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫീസും സഹിതം നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോവുകയും അതിനുശേഷം നിങ്ങളുടെ പേര് അവിടെ രജിസ്ട്രേഷൻ ചെയ്യും. അതായത് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അവിടെ രജിസ്ട്രേഷൻ ചെയ്യുകയും അന്ന് ഉച്ചയ്ക്ക്, അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. 12 മണിക്ക് ശേഷം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ അതിലേക്ക് പരിഗണിക്കും ല്ല. കാരണം നിങ്ങളുടെ ആ ഒരു പേര് നൽകാനുള്ള ആ ഒരു വെബ്സൈറ്റിലെ ലിങ്ക് ഓട്ടോമാറ്റിക്കലി സ്കൂളിൽ നിന്നും ഡിലീറ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് മാത്രമേ അതിൽ രേഖപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 മണിക്ക് ശേഷം എത്തിക്കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു രാവിലെ 11:30 അതായത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിൽ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എന്നിവ സഹിതം വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിച്ചേരുകയും നിങ്ങൾക്ക് അന്നേ ദിവസം 12 മണി വരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വരെ വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക്, അത് നാളെ ഉച്ചയ്ക്ക് 1 മണിക്കേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുകയും ചെയ്യും. അപ്പോൾ 12 മണിക്കുള്ളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് പരിഗണിക്കുള്ളൂ. 12 മണിക്ക് ശേഷം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ കാരണവശാലും അഡ്മിഷൻ തരുന്നതല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ മനസ്സിലാക്കിയിട്ട് പോവുക. കാരണം വിദ്യാർത്ഥികൾക്ക് മുൻ വർഷങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ 12 മണിക്ക് ശേഷം, അതായത് ആ ഒരു വിദ്യാർത്ഥി എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം 12:10 എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏകദേശം ഒരു 11:30 ആ ഒരു സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അതായത് നാളെ തന്നെ ഉച്ചയ്ക്ക് 1 മണിയോടെ തന്നെ അന്ന് 12 മണി വരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കി അതിൽ നിന്നും വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് ഒരു 11:30 സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 12 മണി നമ്മൾ കറക്റ്റ് ഷാർപ്പ് ആ ഒരു ടൈമിൽ എത്തണം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അഥവാ ബസ്സോ മറ്റോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ കൃത്യസമയത്ത് എത്താനായിട്ട് സാധിക്കില്ല, ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 11:30 സ്കൂളിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.